ഹലോ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റനീഷ്. ഞാൻ ഇന്നുള്ളത് പെരുമ്പാവൂരത്തൊരു പച്ചക്കറി മാർക്കറ്റിലാണ്. ഈ പച്ചക്കറി മാർക്കറ്റിൽ ഞാൻ പോയത് ഈ കാവി മുണ്ടുകൊടുത്ത ചേട്ടൻ്റെ കൂടെ ഓട്ടം പോയതാണ്. ഈ നിൽക്കുന്ന ചേട്ടൻ. ഈ ചേട്ടൻ്റെ കൂടെ ഞാൻ ഓട്ടം ചെന്നു. ഒരു 5 മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ മാർക്കറ്റിലെത്തിയത്. ഞാൻ മാർക്കറ്റിൽ ചെന്നപ്പോൾ ആ മാർക്കറ്റ് സജീവമായിരുന്നു. സജീവമായിരുന്നു വെച്ചാൽ അവിടുത്തെ ജോലിക്കാർ, ജോലി ചെയ്യുന്നവർ, മറ്റുള്ള തൊഴിലാളികൾ എല്ലാം കൊണ്ടും ആ മാർക്കറ്റ് സജീവമായിരുന്നു. ഞാൻ തോന്നി നമ്മളെല്ലാവരും ഏറ്റവും സുഖകരമായി ഉറങ്ങുന്ന സമയമാണ് പുലർച്ചെ ഒരു 3 മണി മുതൽ 6 മണി വരെ. ഈ സമയം നമ്മളെല്ലാവരും സുഖമായി കിടന്ന് ഉറങ്ങുമ്പോൾ ഇവർ ഇവിടെ സജീവമായി ജോലി ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ ഉറക്കം മറ്റു സമയത്തായിരിക്കാം, പക്ഷേ ഒരു ഉറക്കത്തിൻ്റെ ഏറ്റവും സുഖമായ സമയത്ത് ജോലി ചെയ്യുകയും നമുക്ക് വേണ്ടിയിട്ട് അവർ സജീവമായി ഇത് മാർക്കറ്റിൽ സജീവമാവുകയും ചെയ്യുകയാണ്. അപ്പോൾ എനിക്കൊരു കൗതുകത്തോടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നമ്മളിതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടതാണ് ഈ നീല ഷർട്ടിട്ട യൂണിയൻ ജോലി ചെയ്യുന്നവർ. ഇവരാണ് വാഹനങ്ങളിൽ നിന്നും ലോഡ് ഇറക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ലോഡുകൾ, വലിയ വണ്ടിയിൽ വരുന്ന ലോഡുകൾ ഇവർ തലയിൽ ചുമന്ന് പുറത്തേക്ക് ഇറക്കി വയ്ക്കുന്നു. ഇവരാണ് ഈ മാർക്കറ്റിൻ്റെ ഏറ്റവും കാതലായ ആളുകൾ, അല്ലെങ്കിൽ മുഖ്യമായ ആളുകൾ അവരാണ്. ഈ ലോഡ് ഇറക്കുകയും അത് ആ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ജോലി. നമ്മുടെ നാട്ടിൽ പച്ചക്കറി വളരെ ആവശ്യമാണ്. അതെല്ലാം വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുമാണ്. കിഴങ്ങും സവാളയും മഹാരാഷ്ട്രയിൽ നിന്നും വരുന്നു. ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് ലോഡ് എത്തിയില്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ആവശ്യത്തിന് വരുന്ന പച്ചക്കറികൾ ലഭ്യമാകാതെ നമ്മൾ ഇവിടെ മറ്റു സാധനങ്ങൾ വാങ്ങി കഴിക്കേണ്ടി വരും. കാരണം കോടികൾ മുതൽ മുടക്കിയാണ് കേരളത്തിലെ കാർഷിക വികസന കോർപ്പറേഷൻ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു ഗുണവുമില്ലാത്ത കാർഷിക വികസന കോർപ്പറേഷൻ. ഇതുകൊണ്ട് നമ്മുടെ നാട്ടിൽ വലിയ ഗുണമില്ലെങ്കിൽ പോലും നമുക്ക് പച്ചക്കറി പുറത്തുനിന്ന് വന്നേ പറ്റൂ. ആ ഒരു പച്ചക്കറിയാണ് ഈ കാണുന്നത്. ഇവിടെ നിൽക്കുന്ന ഒട്ടുമിക്ക സ്ഥാപനങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക പച്ചക്കറി സ്ഥാപനങ്ങൾക്കും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഫാമുകളും ജോലിക്കാരുമുണ്ട്. അവർ അവിടെ തങ്ങളുടെ സ്വന്തം ഫാമിലാണ് ഇതൊക്കെ വിളയിച്ച് നമ്മുടെ നാട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് ചിലപ്പോൾ ഒരു പക്ഷേ പച്ചക്കറി കിട്ടുന്നത്. തമിഴ്നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച തമിഴന്മാർ നമുക്ക് വിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിൽ കൂടുതൽ വിലയിൽ നമ്മൾ ഈ പച്ചക്കറി വാങ്ങി കഴിക്കേണ്ടി വന്നേനെ. പക്ഷേ എന്തായാലും നമുക്ക് വളരെ ഭാഗ്യമുണ്ട് ഇങ്ങനെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഇവർ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ സ്വന്തമായി ഫാം എടുത്ത് നമുക്ക് പച്ചക്കറി എത്തിച്ചു തരുന്നത് കൊണ്ട് നമുക്ക് വലിയ വില കൊടുക്കാതെ പച്ചക്കറി കിട്ടുന്നൊരു സാഹചര്യം നിലവിൽ വന്നത്. അതിലെല്ലാം വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് അഹോരാത്രം കഷ്ടപ്പെടുന്ന ഈ കുറേ ജനങ്ങളെ നമ്മൾ ആരും ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല. ഈ ചേട്ടൻ വളരെ സ്നേഹമുള്ളൊരു ചേട്ടനാണ് കേട്ടോ. ഞാൻ ചെന്ന് വീഡിയോ പിടിക്കേണ്ടപ്പോൾ എന്നോട് തുറന്ന് സംസാരിച്ചു. എന്താണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്? ഞാൻ ചുമ്മാ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറയാണ് ഈ പെരുമ്പാവൂർ കിട്ടുന്നതിൽ ഏറ്റവും നല്ല പച്ചക്കറിയാണ് ഇവിടെ ലഭിക്കുന്നതെന്ന് ആ ചേട്ടൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടോ, നല്ല ഫ്രഷായ പച്ചക്കറി ലോഡിൽ വരുന്നു, അവിടെ അൺലോഡ് ചെയ്യുന്നു, പൊട്ടിച്ചിടുന്നു. അപ്പോൾ തന്നെ ചെറുകിട വ്യാപാരികൾ അത് വാങ്ങുന്നു, നമുക്കായി അവർ ചെറുകിട സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചു വരുന്നു. പക്ഷെ നമ്മളെല്ലാവരും ഈ കടയിൽ പച്ചക്കറി കാണുമ്പോൾ ഓർക്കുക, ഇതെല്ലാം നല്ല ഫ്രഷായ പച്ചക്കറികളാണ്. നമുക്കല്ലാതെ പച്ചക്കറി കിട്ടും, റോഡ് സൈഡിൽ കൂന്മാറ് കൂട്ടി വണ്ടികളിൽ വിൽക്കുന്ന പച്ചക്കറി. ആ പച്ചക്കറിയും ഈ പച്ചക്കറിയും ചിലപ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ഇവിടെ വരുന്നത് ഏറ്റവും നല്ല പച്ചക്കറി ആയിരിക്കും. ആ പച്ചക്കറി ഈ പച്ചക്കറിയും വില വ്യത്യാസം ഉണ്ടാവും, ഗുണനിലവാര വ്യത്യാസം ഉണ്ടാവും. എല്ലാവരും പച്ചക്കറികൾ നോക്കി വാങ്ങാം.